നമസ്തേ. മുൻ RBI ഗവർണർ YV റെഡ്ഡിയുടെ അഡ്വൈസ് ആൻഡ് ഡീസന്റ് എന്ന പുസ്തകത്തിൽ നിന്ന് ബാങ്കുകൾ കൊള്ളയടിച്ച ശേഷം രാജ്യം വിട്ടവരുടെ വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വിജയ് മല്യ, മെഹുൽ ചോക്സി, നീരവ് മോദി, നിഷാന്ത് മോദി, പുഷ്പേഷ് പന്ത്, ആശിഷ് ജോബൻപുത്ര, സനി കാൽറ, ആരതി കാൽറ, സഞ്ജയ് കാൽറ, വർഷ കാൽറ, സുധി കാൽറ, ജാതിൻ മേത്ത, ഉമേഷ് പത്തേൽ, കമലേഷ് പത്തേൽ, നിലേഷ് പരിഹ, വിനയ് മിത്തൽ, ഏകവചൻ ജാലി, ചേതൻ ജയന്തിലാൽ ധാര, നിതിൻ ജയന്തിലാൽ ധാര, ദീപ്തിബൻ ചേതൻ, സവിയ സെഡ്, രാജീവ് ഗോയൽ, അൽക്ക ഗോയൽ, ലളിത് മോദി, രതേഷ് ജെയിനി, ഹിതേഷ് എൻ പട്ടേൽ, മയൂരി ബെഹൻ പട്ടേൽ, ആശിഷ് സുരേഷ് ഭായ്. മൊത്തം കവർച്ച ലക്ഷം കോടികൾക്ക് മുകളിൽ 1 കോടി രൂപയാണ്. ഇതിൽ ആരും RSSൽ നിന്നല്ല, ഇതിൽ ബജ്രംഗ് ദളിൽ നിന്നും ആരുമില്ല, ശ്രീരാമസേനയിൽ നിന്നില്ല, ഹിന്ദു വിജിലൻസ് ഫോറത്തിലെ അംഗങ്ങളില്ല, ഇവരൊന്നും BJPയിൽ നിന്നുള്ളവരല്ല, ഇവരാരും വിശ്വ ഹിന്ദു പരിഷത്തുമായോ ഹിന്ദു സംഘടനകളുമായോ ബന്ധമുള്ളവരുമല്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഈ പേരുകാരും 2014 മെയ് 1 ശേഷം ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുമില്ല. ബാങ്ക് കൊള്ളയുടെ ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. 2004 മുതൽ 2014 വരെ കോൺഗ്രസ്, സോണിയ, വദ്ര അധികാരത്തിലിരുന്നപ്പോൾ ഇന്ന് ഈ നാണം കെട്ട കോൺഗ്രസുകാരെല്ലാം മോദിയെ കുറ്റം പറയുന്നു. അതേസമയം മോദി വന്നതോടെ ഈ കളികളെല്ലാം നിലച്ചു. നാടിനെ രക്ഷിക്കണമെങ്കിൽ രാജ്യദ്രോഹികളെ തുറന്നു കാട്ടേണ്ടി വരും. രാജീവ് ഗാന്ധി അധികാരം വിട്ടപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. ഇന്ന് പാകിസ്ഥാൻ ആ അവസ്ഥയിലാണുള്ളത്. സോണിയ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നു എത്രമാത്രം കൊള്ളയടിച്ചിട്ടുണ്ടാകും ചിന്തിക്കൂ. രാജീവ് ഗാന്ധി അധികാരം വിട്ടതിനെ തുടർന്ന് 40 കോടി രൂപയ്ക്ക് രാജ്യത്തിന്റെ സ്വർണം പണയപ്പെടുത്തേണ്ടി വന്നു. 64 കോടിയുടെ ബ്രോക്കറേജ് ബ്രോഫോഴ്സിൽ മാത്രം രാജീവ് ഗാന്ധി വാങ്ങിയത് ഓർക്കുക. അതിനുശേഷം പണമില്ലാതെ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ 47 ടൺ സ്വർണം വെറും 40 കോടി രൂപയ്ക്ക് പണയപ്പെടുത്തേണ്ടി വരികയായിരുന്നു. ഇതായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അന്നത്തെ അവസ്ഥ. 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ലോക ബാങ്കിൽ സ്വർണം പണയം വെക്കേണ്ട ഗതികേടുണ്ടാക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതും കാണേണ്ടി വന്നു. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് രാജ്യത്തിന്റെ ഖജനാവ് കാലിയായിരുന്നു. ശേഷം VP സിംഗും തുടർന്ന് ചന്ദ്രശേഖറും പ്രധാനമന്ത്രിമാരായി. സേഫ് കാലിയായിരുന്നു. അവർ ഭയന്നുപോയി, ഇനി എന്തു ചെയ്യണം? രാജ്യത്തുടനീളം ഒരുതരം നിരാശാജനകമായ അന്തരീക്ഷം ഉണ്ടായിരുന്നുവെന്ന് റെഡ്ഡി തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി തന്റെ ഭരണകാലത്ത് ഒരു തൊഴിലും രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ 50ഓളം സ്ഥലങ്ങളിൽ നിന്ന് NOC വാങ്ങണമായിരുന്നു. കോൺഗ്രസ് സ്ഥാപിച്ച ലൈസൻസ് പെർമിറ്റിന്റെ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മയും നിരാശയുമായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത്. മറുവശത്ത് രാജ്യത്ത് മണ്ഡലും കമണ്ഡലും തമ്മിലുള്ള പോരാട്ടവും നടക്കുകയായിരുന്നു. അഴിമതി നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായും 1980 മുതൽ 1990 വരെയുള്ള കാലത്ത് കോൺഗ്രസ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മുച്ചോട് തകർത്തു കളഞ്ഞു. ആ സമയത്താണ് ബൊഫോഴ്സ് തോക്കുകളിലെ ദല്ലാൾ ഇടപാട് പുറത്തു വരുന്നത്. ഗാന്ധി കുടുംബത്തിന്റെ ഭീമമായ കൊള്ളയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അഗാധതയിലേക്ക് നയിച്ചതെന്ന് റെഡ്ഡി പുസ്തകത്തിൽ പറയുന്നുണ്ട്. റെഡ്ഡി തന്റെ പുസ്തകത്തിൽ എഴുതുന്നു, അക്കാലത്ത് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വളരെ കുറഞ്ഞിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ സ്വർണം ബാങ്കുകളിൽ പണയം വെക്കാൻ തീരുമാനിച്ചു. 15 ദിവസത്തെ ഇറക്കുമതിക്ക് പോലും പണമില്ലാത്ത അവസ്ഥ. രാജ്യത്തിന് എങ്ങനെയും അല്പമെങ്കിലും പണം വേണം എന്ന നിലയിലെത്തി കാര്യങ്ങൾ. തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യ 47 ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ചു. സ്വർണം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയ സംഭവവും രസകരവും എന്നാൽ ലജ്ജാകരവുമായിരുന്നു. RBIക്ക് 47 ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് മാറ്റേണ്ട സമയം, മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന കാലം, ലാൻഡ് ലൈനുകളും പരിമിതം. ന്യൂഡൽഹിയിലെ RBIയുടെ അവസ്ഥ വളരെ മോശമായതിനാൽ കെട്ടിടത്തിൽ നിന്ന് 47 ടൺ സ്വർണം ഒരു സാധാരണ വാനിൽ കയറ്റി ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറ്റി വളരെ പരിശ്രമത്തിന് ശേഷമാണ് ഈ 47 ടൺ സ്വർണം ഇംഗ്ലണ്ടിൽ എത്തിക്കുന്നത്. ബ്രിട്ടൻ ഇന്ത്യക്ക് 40.05 കോടി രൂപ വായ്പ നൽകി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഹൃദയഭേദകമായ ഈ കഴിഞ്ഞകാല അനുഭവം മുന്നിൽ നിൽക്കെയാണ് ഇപ്പോൾ മോദിജി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുവെന്ന് നാണംകെട്ട കോൺഗ്രസ് നേതാക്കളും അനുഭാവികളും ആരോപണം ഉന്നയിക്കുന്നത്. കൊള്ളക്കാരായ ഗാന്ധി കുടുംബത്തിന്റെ അശ്രദ്ധയും അഴിമതിയും ചൂഷണവും മൂലമാണ് 40 കോടി രൂപ വായ്പ ലഭിക്കാൻ രാജ്യത്തിന് പണയം വെക്കേണ്ടി വരുന്നത്. ഈ വിഡ്ഢികൾ ആ സത്യം മറക്കുന്നു. ഒരു രാജ്യത്തിന് ഇതിലും വലിയ അപമാനകരവും ലജ്ജാകരവുമായ കാര്യം മറ്റൊന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞു പഴകിയതാണെങ്കിലും ഓർക്കാതെയും ഓർമ്മിപ്പിക്കാതെയും വയ്യ. ശ്രീ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് മഹാരാഷ്ട്രയിലെ ദാഹോലിൽ
ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ എൻറോൺ എന്ന പ്രശസ്ത കമ്പനി പദ്ധതിയിട്ടിരുന്നു. പക്ഷേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലമുള്ള നാട്ടുകാരുടെ എതിർപ്പ് കാരണം ആ പദ്ധതി നടന്നില്ല. തൽഫലമായി രോഷാകുലരായ എൻറോൺ കമ്പനി ഉടമകൾ 38,000 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിനായി ഇന്ത്യ ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തു. വാജ്പേയി സർക്കാർ ഹരീഷ് സാൽവെയെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോരാടി കുൽഭൂഷൺ ജാദവിന്റെ കേസിൽ വിജയിച്ച അതേ സാൽവെ ഇന്ത്യ ഗവൺമെന്റിന്റെ അഭിഭാഷകനായി നിയമിച്ചു. ഇന്ത്യക്കെതിരായ കേസിൽ എൻറോണിന്റെ വക്കീൽ കോൺഗ്രസ് നേതാവായ പി ചിദംബരമായിരുന്നു എന്നതറിഞ്ഞാൽ ഒരുപക്ഷെ ചിലരെങ്കിലും ഞെട്ടും. അതായത് പി ചിദംബരം ഇന്ത്യക്കെതിരെ കേസ് തുടർന്നു. വാജ്പേയി സർക്കാർ മാറി UPA സർക്കാർ നിലവിൽ വന്നു. എൻറോണിനു വേണ്ടി ഇന്ത്യക്കെതിരെ വാദിക്കുന്ന ചിദംബരം ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായി. ചിദംബരത്തിന് കേസ് നടത്താൻ കഴിയാതെ വന്നു. എന്നാൽ അദ്ദേഹം എൻറോണിന്റെ നിയമോപദേശകനായി തുടരുകയും കേസ് എൻറോണിന് അനുകൂലമാവുകയും ചെയ്തു. അടുത്ത വെളിപ്പെടുത്തൽ അതിലും ഞെട്ടിക്കുന്നതാണ്. ചിദംബരം ഉടൻ തന്നെ ഹരീഷ് സാൽവെയെ എൻറോൺ കേസിൽ നിന്ന് മാറ്റി. ഹരീഷ് സാൽവെയ്ക്ക് പകരം ഖബർ ഖുറേഷിയെ നിയമിച്ചു. അതെ, കുൽഭൂഷൺ യാദവ് കേസിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ കേസ് വാദിച്ച അതേ പാകിസ്ഥാൻ അഭിഭാഷകൻ തന്നെ. ഇന്ത്യൻ സർക്കാരിന് വേണ്ടി കോൺഗ്രസിന് ഒരു പാകിസ്ഥാൻ അഭിഭാഷകന് വക്കീൽ ഫീസായി 1,400 കോടി രൂപ നൽകി. അത്യന്തകമായി ആ കേസിൽ ഇന്ത്യ തോറ്റു. ഇന്ത്യൻ സർക്കാരിന് 38,000 കോടി രൂപയുടെ വലിയ നഷ്ടപരിഹാരം ആ കമ്പനിക്ക് നൽകേണ്ടി വന്നു. അതിലും അപകടകരമായ ഒരു കാര്യം, ഈ വാർത്തകളെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ അവഗണിക്കുകയോ അപ്രസക്തമാക്കുകയോ ചെയ്തു എന്നുള്ളതാണ്. 38,000 കോടി രൂപയുടെ ഒരു കേസ്, ഒരു ക്ലെയിം കേസ് വിജയിപ്പിച്ചാൽ വക്കീലന്മാർ 10% മുതൽ 60% വരെ കിട്ടുന്ന തുകയിൽ നിന്നും ഈടാക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന് നഷ്ടമായ ഈ വമ്പൻ തുകയിൽ നിന്നും എത്ര രൂപ പി ചിദംബരത്തിന് കിട്ടിയിട്ടുണ്ടാകും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ബോധരഹിതനായി പോയേക്കാം. ശ്രദ്ധിക്കുക, ഇതിന്റെ പേരിൽ ഒരു കോലാഹലവും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. സങ്കല്പിക്കുക, മോദിയുടെ കാലത്ത് ഇങ്ങനെ ഒരു കേസ് നടന്നിരുന്നെങ്കിൽ, കോടതിയിൽ ഇന്ത്യൻ സർക്കാർ തോറ്റിരുന്നെങ്കിൽ. പിന്നെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഈ കേസിലുണ്ട്. ഈ പ്രോജക്റ്റിന് വേണ്ടി എൻറോൺ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചത് അന്നത്തെ ഡോളർ രൂപയുടെ വിനിമയ നിരക്ക് പ്രകാരം 1,530 കോടി രൂപ മാത്രമായിരുന്നു. ഒരു യൂണിറ്റ് പവർ പ്ലാന്റ് പോലും സ്ഥാപിക്കാതെ കേസ് നടത്തിയ വെറും 7 വർഷം കൊണ്ട് 38,000 കോടി രൂപ കമ്പനിക്ക് ലാഭം. നമ്മുടെ ചിന്താശേഷിയേക്കാൾ വിനാശകാരിയാണ് കോൺഗ്രസ്. ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ധരും അനുഭവ പരിചയമുള്ളവരും വിദ്യാസമ്പന്നരുമായ കൊള്ളക്കാരുടെ സർക്കാരായിരുന്നു 1ഉം 2ഉം UPA സർക്കാർ. ഇന്ന് മോദിജിയെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്ന എല്ലാ ആളുകളും അന്നെല്ലാം മൗനം പാലിക്കുകയായിരുന്നു. കോൺഗ്രസിനെ കൊണ്ട് തങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. ഇന്ന് നമ്മൾ ഈ ചൂഷണങ്ങളിൽ നിന്ന് സുരക്ഷിതരാണെങ്കിൽ അതിനു കാരണം മോദിജിയും സംഘപരിവാരും മാത്രമാണ്. ഇന്ന് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ലോകത്ത് തന്നെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. കോൺഗ്രസ് രാജ്യത്തോട് ചെയ്ത വഞ്ചനയുടെ വിവരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. അവരുടെ പിണിയാളുകളും പങ്കുപറ്റുകാരുമായ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഇതേക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടുകയില്ല. ഈ അരക്ഷിതാവസ്ഥയിൽ നിന്നെല്ലാം രാജ്യത്തെ കൈപിടിച്ച് കരകയറ്റാൻ BJP സർക്കാർ നടത്തിയ ഓരോ ശ്രമങ്ങളും അതിന്റെ അത്ഭുതകരമായ വിജയങ്ങളും നമ്മുടെ യുവതലമുറ മനസ്സിലാക്കണം. അതിനായി അവരെ പ്രേരിപ്പിക്കണം. ഭാരതം ജയിക്കട്ടെ.